കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ 35ാമത് ഹോസ്ദുർഗ് ഉപജില്ലാതല സമ്മേളനം നവംബർ 22-ന് കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടക്കും. ഇതിന്റെ ഭാഗമായി പുതിയകോട്ടയിലെ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ, വികസിത വൈജ്ഞാനിക നവകേരളം, സാർവത്രിക ഗുണമേന്മ വിദ്യാഭ്യാസം എന്നതാണ് KSTA-യുടെ ഈ വർഷത്തെ സമ്മേളന മുദ്രാവാക്യം. ഇതിന്റെ ഭാഗമായുള്ള ഹോസ്ദുർഗ് ഉപജില്ലാതല സമ്മേളനമാണ് നവംബർ 22-ന് ശനിയാഴ്ച കാഞ്ഞങ്ങാട്ടെ നഗരസഭ ടൗൺ ഹാളിൽ വെച്ച് നടത്തുന്നത്. ഇതോടനുബന്ധിച്ചാണ് വ്യാഴാഴ്ച വൈകിട്ടോടെ പുതിയകോട്ടയിലെ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് പൊതുസമ്മേളനം സംഘടിപ്പിച്ചത്. CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് K. രാജ്മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ മാസം 9-നും 11-നുമായി 2 ഘട്ടങ്ങളിലായി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തി 6 മാസം കഴിഞ്ഞ് നടക്കാൻ വേണ്ടി പോകുന്ന കേരള നിയമസഭയിലേക്ക് നടക്കാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു റിഹേഴ്സലായിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കേരളീയ സമൂഹം കാണുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളുമെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് മാറുന്നത്. ചടങ്ങിൽ KSTA ഉപജില്ലാ പ്രസിഡന്റ് C. ശാരദ അധ്യക്ഷയായി. സംഘടക സമിതി ചെയർമാൻ KV ജയപാൽ, അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ട്രഷറർ KV രാജേഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. മോഹനൻ, K. ലളിത, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ VK ബാലാമണി, P. ശ്രീകല, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ PP ബാബുരാജ്, KV രാജൻ, PP കമല, രാജേഷ് കറിയ, K. സ്മിത എന്നിവർ സംസാരിച്ചു. ഉപജില്ലാ സെക്രട്ടറി VK ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി P. ദിലീപ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.